പാലക്കാട് ധോണിയിൽ കാർ കത്തിയൊരാൾ മരിച്ച സംഭവം കാർ ഉടമ പോൾ ജോസഫാണ് മരിച്ചതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയാണ്. വാഹനം ഒഴിഞ്ഞ സ്ഥലത്ത് ഒതുക്കി നിർത്തിയ നിലയിലായിരുന്നു. വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ഇത്രയും പുതിയ വണ്ടി കത്തണമെങ്കിൽ എന്തെങ്കിലും കത്തില്ല. പാലക്കാട് ധോണിയിൽ ഇങ്ങനെ ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് കത്തിയ നിലയിൽ കാറും ആ കാറിനുള്ളിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയത്. മുണ്ടൂർ വള്ളിക്കാട് സ്വദേശി പോൾ ജോസഫിൻ്റെതാണ് ഈ കാർ എന്നുള്ളത് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3:30 കാണും ഈ പ്രദേശത്ത് ഈ കാറിൽ വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. ഈ വഴി പോയ ആളുകൾ പ്രദേശവാസികളാണ് ഇത് കണ്ടത്. ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. അങ്ങനെ വന്ന് ഈ കാറിലെ തീ അണച്ചപ്പോഴാണ് ഉള്ളിൽ ഉള്ള മൃതദേഹം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ ഫോറൻസിക് പരിശോധനകളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോൾ ജോസഫിന്റെ കാറാണ് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് മരിച്ചതെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അതൊക്കെ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിന്റെ അടുത്ത് വീടുകളില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ട ദൃക്സാക്ഷികളില്ല. ഒരു കാറ് ക്ഷേത്രത്തിലെ ഒരു കാറുകാരുണ്ടായിരുന്നു. അവരാണ് ആദ്യം കണ്ടിരിക്കുന്നത്. അവരുടെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് അവർ കാറ് കത്തി അടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ആരാണ് കെടുത്തിയതാരാണ്? ഫയർഫോഴ്സാണ് കെടുത്തിയത്. നമ്മൾ വരുമ്പോൾ കാണാവുന്ന കാഴ്ച ബോഡിയൊക്കെ കത്തി നശിച്ച നിലയിലാണ് കാണുന്നത്. പോൾ ജോസഫിന്റെ അടക്കം ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കാർ ഒഴിഞ്ഞ ഒരു നിലയിലാണ്, ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിട്ടതിന് ശേഷമാണ് ഇങ്ങനെ തീ പിടിച്ചത്. എന്താണ് സംഭവം എന്നുള്ളത് പരിശോധിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.